സോൺ തകർക്കുകയാണ്. നമ്മുടെ കോളേജാ മുമ്പ്. കപ്പടി കെട്ടിടൂ, അത് നല്ലതല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ട്രസ്റ്റിൽ നിന്ന് പൈസ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടാ. ട്രസ്റ്റിലുള്ളവർക്ക് അറിയാം ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് നമ്മളല്ലാന്ന്. പിള്ളേരെ വെറുപ്പിച്ചിട്ട് എന്ത് കാര്യം? എന്നാലും അവരുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കണോ? 3 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പുതിയ പ്രോജക്റ്റ് തുടങ്ങാം. അതുവരെ ആ മരങ്ങൾ അവിടെ നിൽക്കട്ടോ. എൻ്റെ മുത്തശ്ശന്മാർ നട്ട മരങ്ങൾ ദേവസ്വത്തിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. 3 മാസം കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ? പക്ഷേ എന്താണ് ഉണ്ടാവുക, ആരാതുണ്ടാക്കുക നമുക്കറിയാലോ. പിന്നെന്താ പ്രശ്നം? രാജ്യം കയ്യിലില്ലെങ്കിൽ എന്താ, തന്ത്രത്തിന് ഒരു കുറവുമില്ല. അവന്റെ പേരെന്താ? ജീവൻ, ജീവൻലാൽ. മച്ചാനപ്പ പരവുള്ളാണല്ലേ? സത്യം പറയാലോ മച്ചാന്, ഇവിടെ ഇപ്പൊ പട്ടിയുടെ വിലയാ. അവനാണ് ഇവിടെ എല്ലാം. അവന്റെ പേരെന്താ? ജീവൻ. പേരുള്ളതല്ല, നമ്മ കൈവയ്ക്കണ. വേണ്ട മച്ചാന, അവര് പിള്ളേരാണ്. നമുക്ക് കോളേജ് തീരുമ്പോ മൊത്തമായിട്ട് നമുക്ക് കൊടുക്കാം. മച്ചാനിപ്പോ തൃശ്ശൂർ വന്നേക്കുന്ന വല്ല കൈവിട്ട കാലോട്ടൊക്കെ ആയിട്ടാണോ? ഏയ് അതൊന്നുമല്ല. സത്യം പറ മച്ചാനെ. ആരൊക്കെട്ടാണ് ഈ പറയണത്? കൈവിട്ടും കാലോട്ടൊക്കെ നിങ്ങളെ പിള്ളേർക്ക്. നമ്മ അവർക്കെടുത്ത പറണ്ടിയും അതിങ്ങനെ 10-50 കിട്ടൊന്നുമല്ല, നല്ല പട്ടാപ്പകല്. ആരാണ്? നമ്മുടെ ഗഡിയാ ഫോട്ടോ ചെയ്യുന്ന. എന്തേ പുറത്തുനിന്ന് ആരും ഇതിനകത്ത് കയറണ്ടെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് കൂടി തീരുമാനിച്ചതാ. മറന്നുപോയി. പോട്ടെ, എന്നിട്ട് നമുക്ക് ഓണപ്പെടുത്താം. അതെ, ഇവൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ പുറത്തുനിന്ന് ആരും വരണ്ടെന്ന തീരുമാനം. അതുകൊണ്ട് നിങ്ങൾ പോണം. വേണ്ട, നമ്മളുടെ പ്രശ്നമൊന്നും വേണ്ട. നമ്മ പോണേണ് ഉടനെ. നല്ല മണ്ണുണ്ട്, ഇതിലിട്ട് വെച്ചാൽ മാറണാവോ? ആദ്യ ഗഡിയടേ കയറി അക്ബറിനെ ഇളക്കി, നെഞ്ചത്ത് കൈ വെച്ച് ഒറ്റ തള്ള അങ്ങനെ തെറിച്ചാ പോയി. എന്ത് കാര്യം അയാൾ അവനെ തള്ളിട്ട് നീ എന്തിനാ എന്നെ തള്ളിയിടണേ? നിർത്തിയ അത്രയ്ക്കൊന്നുമില്ല, അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ഒന്ന് പോടെ. അയാളാ പാതാള ഇരട്ടക്കൊലക്കേസിലെ പ്രതിയാന്നാ കേട്ടെ. ഇപ്പൊ എന്തോ പരോളിന് ഇറങ്ങിയിട്ടുള്ള മേലും കീഴും നോക്കാത്ത തന്നെയാണ്. അക്ബറെ, നീ വെറുതെ ആവശ്യമില്ലാത്തവരോട്ട് മുട്ടാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. എന്നാ നിനക്കുള്ള ജീവ, കഴിഞ്ഞ കളി നമ്മൾ സമനിലയായിരുന്നു. അടുത്ത മാസം സെന്റ് തോമസ് ആയിട്ടാ, നമുക്ക് ജയിച്ചേ പറ്റൂ. ഒന്ന് പോയാലോന്ന് നിനക്ക് തന്നെ പറയാനുള്ളൂ. ഇത് തമാശല്ലേട്ടാ, നീ മര്യാദക്ക് പ്രാക്ടീസിന് ഇറങ്ങിക്കോ. നമുക്ക് ജയിക്കാടാ, ഞാനും ഇറങ്ങാം. ഓക്കെ അതെ അല്ലേ ലൂക്കോച്ചാ? ഒരു മിനിറ്റ്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മേത്തുറയ്ക്കണ സോപ്പാണ് കോണം കഴുകരുന്ന്. നല്ല മണം കിട്ടില്ലടാ. ഒരു സോപ്പല്ലേ? മണം പോയി. സോപ്പല്ല ഒന്നല്ലേ? എന്തിനാണ് കണ്ടവര് സോപ്പെടുത്ത് തേക്കുന്നത്? എന്താ സഖാവേ? ഒരു കാര്യമുണ്ട്. പറയടാ. നമ്മുടെ ജാനറ്റില്ലേ? നമ്മുടെ കാലുകൊണ്ട് ചെയ്യാത്ത. അത് തന്നെ, ആളുടെ വീട്ടിലെ കാര്യം കുറച്ച് കഷ്ട. അച്ഛനും വയ്യ, വീട് പണിയാണെങ്കിൽ പാതി വഴിയിലും. അപ്പൊ നമ്മളായിട്ട് ആ വീട് പണിയൊന്ന് തീർത്തു കൊടുത്താലോ എന്നൊരു ആലോചനയുണ്ട്. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെയാണ്, പക്ഷേ പണം വേണം. ഈ തൃശ്ശൂരങ്ങാളിലും നമ്മുടെ ജോസേട്ടന് സാമ്യൊക്കെ ഉള്ളപ്പോ നീ എന്തിരി പേടിക്കണ്? നമുക്ക് പിരിക്കാടാ. വാ, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താ സഖാവേ? തന്നെ കാണാൻ നിന്നത്.
നമുക്കൊന്ന് നടന്നാലോ? ഓ ഞങ്ങള് ജാനറ്റിന്റെ വീടൊന്ന് പണിത് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ആഹാ അത് അയാളുടെ അടുത്തൊന്ന് അവതരിപ്പിക്കണം. അയാളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾ താനല്ലേ. അപ്പോ താൻ പറഞ്ഞ നന്നായിരിക്കും തോന്നുന്നു. പക്ഷേ എന്താ, തനിക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, ഞാൻ പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചിലപ്പോ മണ്ടത്തരായിരിക്കും എന്നല്ലേ. ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ അറിയാലോ, ഒരു ദിവസം ഒരു കാര്യം മാത്രം. ഈ വീട് വെച്ചു കൊടുത്തത് കൊണ്ട് ജാനറ്റിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ആവശ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ടാവില്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയില്ലേ? പിന്നെന്ത് ചെയ്യും? കേട്ടിട്ടില്ലേ, ഈ ഇരയെ പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇരയെ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണെന്ന്. എന്തോന്നു തോന്നുന്നതും. വാ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. വാ. എന്തെങ്കിലും പ്രശ്നമില്ലാതെ പുള്ളി ഇങ്ങോട്ട് വരില്ല. ശരിയാ. ജീവൻ ചെയർമാനെ മാത്രം കണ്ടാൽ മതി എന്നാണ് രാജകൽപ്പന. അതെന്താ? അറിയില്ല, വന്നതിന് പിന്നിൽ ഒരു സതുദ്ദേശമില്ലാതില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം റെഡിയാണ്. അപ്പോ ഞാനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. ശരി. ഇവിടെ താഴെ ഓക്കെ. വിളിപ്പിച്ചിട്ടുണ്ട്. വാ ജീവ, ഇരിക്കേ. ഞാൻ ശ്രീകുമാർ കർത്ത, ട്രസ്റ്റി. അറിയാം. നേരിട്ട് കാര്യത്തിലേക്ക് വരാം. മാനേജ്മെന്റും കുട്ടികളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഞാൻ വന്നത്. കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ അത് കുട്ടികൾ തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവല്ലോ. സാറ് തമ്പുരാണ്ടയിലോ പഠിക്കാതെ കാര്യം പറ. ആരോടും തർക്കിക്കാനില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ ട്രസ്റ്റ് തയ്യാറാണ്. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വളരെ സന്തോഷം. പകരം സാറ് പറഞ്ഞു വരുന്നത് ഊട്ടിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുകയല്ല, ഞങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ ആവട്ടെ. വേണ്ട കാശ് എത്രയെന്ന് വെച്ചാൽ ഓഫീസ് വന്നാൽ മതി. വേണ്ട സാറേ, പഞ്ചാര പായസം ആണേലും ആരും കോളാമ്പി കുടിക്കാറില്ലല്ലോ. മോനെ ജീവ, തിളച്ച് പൊങ്ങുന്നതൊക്കെ തുളുമ്പും. അത് പായസമാണെങ്കിലും. എന്ത്? കൊട്ടാരത്തിൽ അല്പന്മാർ കയറിയെന്നോ? അതേ തിരുമനസേ. കൊട്ടാരം അശുദ്ധമായല്ലോ. വേഗം ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കി. ശരി തിരുമനസേ. തിളച്ച പായസമാ സാറേ, വീണടം പൊള്ളും. പോവാം.
തോട്ടത്തിൽ നമുക്ക് അറിയുന്ന കുറച്ച് ആളുകളെ വിളിക്കണം. ഇവിടെ പണിയുണ്ടല്ലേ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം ദേവരെ പോലെ ഓടിച്ചാടി നടക്കാം. 9ാം ക്ലാസ്സിന് ശേഷം എന്റെ മോള് നടന്നിട്ടില്ല സാറേ. ഇനി ഇവളെവിടെയെങ്കിലും ഇരിക്കുമെന്ന സംശയം. നമുക്ക് നോക്കാം. ശരി, ഇനി നമുക്കൊന്ന് നടന്നു നോക്കാം. വാ. മെല്ലെ. അയ്യോ, എന്താ അത്? കരയോ? കൂടപ്പിറപ്പാവാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണതൊന്നും ഇല്ലല്ലേ. കൊച്ചു നോക്കടാ, എനിക്കിപ്പോ നടക്കാം. സഖാവേ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി വീട് പണിത് കൊടുക്കല്ലേ? എങ്ങനെയാ ഒന്നും പ്രതീക്ഷിക്കാതെ ഇതെല്ലാം? ആരോ പറഞ്ഞ പ്രതീക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്. പ്രതിഫലം കണ്ടില്ലേ, ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തെക്കാൾ വലിയ എന്ത് പ്രതിഫലമാണ് ഉള്ളത്? അല്ല, പോണ്ടേ? ഇന്ന് സൺഡേ അല്ലേ? 8 മണി വരെ നീ ഫ്രീ അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എങ്ങോട്ടാ? ഇവിടെ അടുത്താ, പോസ്റ്റ് ഓഫീസിന്റെ അവിടെ. ഒരു അടിപൊളി സ്ഥലാ. അത് വേണ്ട. അത് വേണം. വേണ്ടാന്നേ. നീ വാ. അവൻ അങ്ങനെയാ. ഞാൻ വൈകിട്ടാ കല്യാണം കഴിച്ചേ. അവൻ ജനിക്കുമ്പോ എനിക്ക് 35 വയസ്സാ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒന്നിനും വയ്യ. അവൻ ആ ഒരു വിചാരം വേണ്ടേ? ഒരു പോക്ക് അങ്ങോട്ട് പോയാ പിന്നെ എപ്പോഴാ വരികന്ന് ഒരു പിടിയില്ല. അമ്മേ, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാനത് അങ്ങോട്ട് മറന്നു. ഞാനേ ശർക്കര ചായ എടുക്കാം. നീ പറയണ്ടേ കുട്ടി, നീ എപ്പോഴും ഇവിടെ വരണതല്ലേ. അമ്മേ, പലഹാരം വല്ല ഇരിപ്പുണ്ടോ? നോക്കാം. വാടോ. ഇവിടെ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനമൊന്നുമില്ലേ? ആശയങ്ങളും ആദർശങ്ങളും പുസ്തകങ്ങളിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്. സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും എന്താ, ഒരു വീടുണ്ടല്ലോ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരമ്മയും. മോളുടെ വീട് എവിടെയാ? എനിക്ക് വീടില്ല, ഞാൻ ആശ്രമത്തിലാ. സാരില്ല മോളെ, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇത് മോളുടെയും കൂടി വീടല്ലേ. പാവ അമ്മ ഒറ്റയ്ക്കല്ലേ? നേരത്തിനൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കൂടെ? പാവമാണ്. എത്ര വൈകിയാലും അമ്മ എന്നെ കാത്തിരിക്കും. പിന്നെ മിക്കവാറും എന്നെ പുറത്താക്കി തന്നെ അമ്മ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന തോന്നുന്നേ.
ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നത്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ. അമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് പറയാൻ വെച്ച ഒരു കാര്യം കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ പോട്ടെ. നാളെയാ സാഹിത്യോത്സവം. ഒരുപാട് പണിയുണ്ട്. നാളെയാണല്ലേ? ആരൊക്കെ വരുന്നുണ്ട്? അഴീക്കോട് സാറ്, മേരി ടീച്ചർ, പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷികൾ. സാറും ഉണ്ടോ? അപ്പൊ നല്ല ആളും ഉണ്ടാവൂലോ. ആ, ഇപ്പോഴത്തെ വിവാദ നായകനല്ലേ. എടോ, ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ജാനറ്റിന്റെ കാര്യം താനൊന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചു തന്നെ. താങ്ക്സ്. അത് ശരി, താങ്ക്സ് മാത്രമേ ഉള്ളൂ? ശരി, താൻ പറ എന്താ വേണ്ടേ? ഒരുമാതിരി പുരുഷാവശ്യങ്ങളൊന്നും പറയരുത്. എനിക്ക് തനിക്ക് ഊട്ടി കാണണം. ഊട്ടിയോ? അതാണോ? താൻ പോയി കാണടോ. ഒറ്റയ്ക്ക് കാണാൻ പേടിയാ. എന്നാ ഫസീലിനെ കൂട്ടിക്കോ. അങ്ങനെ ഓടിപ്പോയി കണ്ടുവരാനല്ല, എനിക്ക് മുഴുവനും നടന്നു കാണണം. പിന്നെ ഞാൻ ചോദിച്ച ഫസീലയോടല്ലോ. ശരി, ഞാൻ കൊണ്ടുപോവാം. നാളത്തെ ദിവസം കൂടി കഴിയട്ടെ. എന്നാ ഞാൻ പോട്ടെ. ആ